കൊച്ചിയിലേക്ക് വരുമ്പോൾ NCC ക്യാമ്പിൽ ഭക്ഷ്യ വിഷബാധ എന്ന വാർത്തയാണ് വരുന്നത്. തൃക്കാക്കര KMM കോളേജിലെ ക്യാമ്പിൽ പങ്കെടുത്ത 30 വിദ്യാർത്ഥികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ടെന്നറിയണം. അഞ്ജലി ശ്രീജിതാരാജ് നമുക്കൊപ്പം ചേരുന്നു. അഞ്ജലി, നമുക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരം എന്താണ്? ഈ കുട്ടികളിൽ ആർക്കെങ്കിലും ഇപ്പോൾ കൂടുതൽ അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നുണ്ടോ? തൃക്കാക്കര KMM കോളേജിൽ NCC ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടത്. തുടർന്ന് ഏകദേശം 30ഓളം വിദ്യാർത്ഥികളായിരുന്നു ആദ്യം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചത്, അതായത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത്. എന്നാൽ ഈ കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് മെഡിക്കൽ കോളേജ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതായത് കൂടുതൽ വഷളാകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് എത്തുന്നത്. കാരണം കുറച്ചുകൂടി, അതായത് ക്യാമ്പിൽ പങ്കെടുത്ത 518ഓളം കുട്ടികൾ ഈ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. അതിൽ കൂടുതൽ കുട്ടികൾക്ക് കൂടി ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അതായത് ഛർദിയും മറ്റ് അനുബന്ധ ബുദ്ധിമുട്ടുകളുമാണ് ഈ കുട്ടികൾക്ക് അനുഭവപ്പെടുന്നത്. ഇതിനെ തുടർന്ന് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് ഒരു മെഡിക്കൽ ക്യാമ്പ് ഉടൻ തന്നെ കോളേജിലേക്ക് എത്തിക്കുന്നുണ്ട്. കാരണം 518ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ ആദ്യം 30 കുട്ടികൾക്കായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 8 പേരെ കൂടെ വീണ്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള കുട്ടികൾക്കും ഇത്തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിൽ നിന്നാണ് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ആദ്യം അനുഭവപ്പെട്ടത്. അതായത് ഉച്ചയ്ക്ക് സാമ്പാർ, പുളിശ്ശേരി, ചോറടക്കമുള്ള ഭക്ഷണമായിരുന്നു വിളമ്പിയിരുന്നത്. ഇതിൽ പുളിശ്ശേരി കഴിച്ചപ്പോൾ തൊട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നാണ് കുട്ടികൾ വ്യക്തമാക്കുന്നതാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇതിൽ സ്ഥിരീകരണമായിട്ടില്ല. കാരണം ഇനിയും കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. ഇപ്പോൾ നിലവിൽ ഈ 518 കുട്ടികളിൽ 30 കുട്ടികളെ ആദ്യം പ്രവേശിപ്പിച്ചു, 8 കുട്ടികളെ വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥിതിയാണ്. ബാക്കി കുട്ടികൾക്ക് കൂടെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുന്നതിന്റെ അത് കണക്കിലെടുത്തുകൊണ്ട് പോലീസ് ഇപ്പോൾ ഉടൻ തന്നെ മെഡിക്കൽ ക്യാമ്പ് ഈ തൃക്കാക്കര KMM കോളേജിലേക്ക് എത്തിക്കാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ മെഡിക്കൽ ക്യാമ്പിൽ അതായത് മെഡിക്കൽ സംഘം കോളേജിൽ എത്തിയാൽ മാത്രമാണ് കൂടുതൽ വിശദാംശങ്ങൾ നമുക്കറിയാൻ കഴിയുള്ളൂ. കാരണം ബാക്കിയുള്ള കുട്ടികളുടെ സ്ഥിതി എന്താണെന്നത് വ്യക്തമാവുകയുള്ളൂ. ഇവരും എത്ര കുട്ടികൾ ആ ക്യാമ്പിലുണ്ട്? ആകെ എത്ര കുട്ടികളുണ്ട്? 518 കുട്ടികളാണ് ഈ മെഡിക്കൽ അതായത് NCC ക്യാമ്പിൽ തൃക്കാക്കര KMM കോളേജിൽ പങ്കെടുത്തത്. ഇതിൽ 30 കുട്ടികൾക്കായിരുന്നു ആദ്യം ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടത്. അതായത് ഛർദി പോലുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു, തലചുറ്റൽ തുടങ്ങിയവയായിരുന്നു അനുഭവപ്പെട്ടത്. ഇതിനെ തുടർന്ന് കുട്ടികൾ ഉടൻ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. അതായത് 8 പേരെ കൂടി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഇന്ന് ഉച്ചയ്ക്ക് അവിടെ സാമ്പാർ, പുളിശ്ശേരി, ചോറ് തുടങ്ങിയ ഭക്ഷണമായിരുന്നു വിളമ്പിയിരുന്നത് കുട്ടികൾക്ക്. ഇതിൽ പുളിശ്ശേരി കഴിച്ചപ്പോൾ കുട്ടികൾക്ക് അതായത് രുചിയിൽ ഒരു വ്യത്യാസം അനുഭവപ്പെട്ടു എന്നാണ് കുട്ടികൾ പോലീസിനോട് വ്യക്തമാക്കിയത്. പക്ഷേ ഇതിൽ സ്ഥിരീകരണമായിട്ടില്ല. പക്ഷേ കോളേജ് അധികാരികൾ വ്യക്തമാക്കുന്നത് അതായത് തലേ ദിവസത്തിനൊന്നുമല്ല, ഇന്ന് തന്നെ ഉണ്ടാക്കിയ ഭക്ഷണമാണെന്നാണ്. പക്ഷേ ഈ ഭക്ഷണ വസ്തുക്കൾ പരിശോധിച്ചാൽ മാത്രമാണ് ഇത്. അതെ സുജയ, കാരണം 20 മുതൽ 29 വരെയുള്ള 10 ദിവസത്തെ ക്യാമ്പായിരുന്നു. ഇതിൽ അവിടെ തന്നെയായിരുന്നു പാചകം ചെയ്തതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിൽ കൂടുതൽ വിശദീകരണം ആവശ്യമാണ്. ഇപ്പോൾ മെഡിക്കൽ ക്യാമ്പ് സംഘം അവിടെ എത്തിയാലാണ് ഇപ്പോൾ ആദ്യം തന്നെ കുട്ടികളുടെ ശാരീരിക നില ഏത് രീതിയിലാണ്, തൃപ്തികരമാണോ, ശേഖരിച്ചോളൂ അഞ്ജലി. നിലവിൽ ലഭ്യമായ വിവരം അനുസരിച്ച് 518 കുട്ടികളിൽ 30 പേർക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നു. എല്ലാവരും ക്യാമ്പിൽ തന്നെ തയ്യാറാക്കിയ ഭക്ഷണമാണ് ഉച്ചയ്ക്ക് കഴിച്ചത്. അതിനുശേഷമാണ് അവർക്കിപ്പോൾ അസ്വസ്ഥതയുണ്ടായിരിക്കുന്നത്. അതിൽ 30 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഭക്ഷ്യവിഷബാധയുടെ കാരണം എന്തെന്നറിയണം, കൂടുതൽ കുട്ടികൾക്ക് അസ്വസ്ഥതയുണ്ടോ എന്നറിയണം. അതെല്ലാം അഞ്ജലി ശേഖരിക്കും, അതിനുശേഷം പ്രേക്ഷകരിലേക്ക് എത്തിക്കും.